4:30 ആവുമ്പോഴത്തേനും നമ്മളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി തിരക്കുള്ളവർക്കൊക്കെ എന്താക്കാം, അൽഹംദുലില്ലാഹ് മറ്റു പരിപാടികളിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. എല്ലാ ദിവസവും ഇത് പതിവായി പതിവായി കൂടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ദിവസങ്ങളിൽ പകലുകളിൽ നമ്മൾ ചോദിക്കണം, അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഷഹാദത്ത് ഉറപ്പിച്ച് പറഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്. റബ്ബേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു അല്ലാ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു അല്ലാ. പാപങ്ങൾ പൊറുപ്പിക്കേണ്ട മാസമാണ്, തൗബയുടെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ് റമളാൻ. റമളാൻ എന്ന പദത്തിന്റെ തന്നെ അർത്ഥം കരിച്ചു കളയുക എന്നുള്ളതാണ്. പാപങ്ങൾ കരിച്ചു കളയേണ്ട മാസമാണ് റമളാൻ. നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകുന്ന മാസമാണ് റമളാൻ. ഈ റമളാൻ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും ചൊല്ലണോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന. അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കേണ്ട മാസമാ, എപ്പോഴും ചോദിക്കണം അസ്അലുകൽ ജന്ന. അതോടൊപ്പം നരകത്തിൽ നിന്ന് കാവല് ചോദിക്കേണ്ട മാസമാ, വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടിയ ദിക്റാണ്. എല്ലാവരും ചൊല്ലിയത് ദിക്റാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് റമളാൻ മുഴുവനും ചൊല്ലണം. റമളാനിന്റെ ആദ്യത്തെ 10 ഈ റമളാനിന്റെ ആദ്യത്തെ 10 പറയുന്നത് റഹ്മത്തിന്റെ 10 അവ്വലുഹു റഹ്മ. റമളാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, കരുണയുടെ 10. ആ ദിക്ർ ഏതാണ്? ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ധാരാളം ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചൊല്ലണം. അൽഹംദുലില്ലാഹ്, തറാവീഹ് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. മൻ ഖാമ ഈമാനൻ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാനിൽ തറാവീഹ് നിസ്കരിക്കുന്നത് ഈമാനൻ വഹ്തിസാബാ, ആരാണോ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുന്നത്, അവനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കുമെന്നാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരാണോ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്, അവന്റെ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാനും തറാവീഹ് നിസ്കരിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്.
പകലുള്ള സുന്നത്ത് നിസ്കാരത്തിനെക്കാട്ടി വലിയ കൂലിയ രാത്രിയുള്ള സുന്നത്ത് നിസ്കാരം. ഖിയാമുൽ ലൈൽ അൽഹംദുലില്ലാഹ് രാത്രിയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വലിയ കൂലിയാണ്. അതിൽ തന്നെ റമദാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ് അൽഹംദുലില്ലാഹ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പ് അൽഹംദുലില്ലാഹ് അത് വല്ലാത്തൊരു നിഅമത്താണ്, വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു റാഹത്താണ്. അൽഹംദുലില്ലാഹ് നോമ്പിന്റെ നിയ്യത്ത് അൽഹംദുലില്ലാഹ് അത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെയും സുബഹി വാങ്ങി വിളിക്കുന്നതിന്റെയും മുമ്പ് നോമ്പിന് നിയ്യത്ത് വെക്കണം. നല്ല രൂപത്തിൽ നിയ്യത്ത് വെക്കണം. മനസാന്നിധ്യത്തോടു കൂടെ തന്നെ നാളത്തെ ഫർദ് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അങ്ങോട്ട് കൂട്ടുന്നു എന്ന് നമ്മൾ നല്ല മനസാന്നിധ്യത്തോടു കൂടെ തന്നെ നിയ്യത്ത് വെക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന്റെയും സുബഹി വാങ്ങി കൊടുക്കുന്നതിന്റെ ഇടയിലാണ് നിയ്യത്ത് വെക്കേണ്ടത്. പ്രിയമുള്ളവരെ, ആ നല്ല രൂപത്തിൽ നിയ്യത്ത് വെച്ച് നല്ല റാഹത്തോടുകൂടെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പിന് വലിയ കൂലിയുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അത്താഴൊക്കെ കഴിച്ചില്ല എല്ലാവരും? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ ബർക്കത്തിയിട്ട് ഉമ്മമാരൊക്കെ പാവങ്ങളാണ്. അവര് രാവിലെ സുബഹിക്ക് എത്രയോ മുമ്പ് എഴുന്നേറ്റ് അത്താഴൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ചുണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞ് പാത്രം കഴുകണം, അങ്ങനെ തുടങ്ങി ഒരുപാട് തിരക്കിന്റെ ഇടയിൽ ആണ് നമ്മളെ പരിപാടിയിലൊക്കെ ഒരു പങ്കെടുക്കുന്നത്. അതിന്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ഇബാദത്ത് ഒക്കെ ചെയ്യണം. അൽഹംദുലില്ലാഹ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ സമയമായി. അൽഹംദുലില്ലാഹ് ഉമ്മമാര് കഷ്ടപ്പെടാൻ, അതിന്റെ ഇടയിൽ വസ്ത്രം അലക്കാണ്ടാവും, മക്കളെ കാര്യം കുട്ടികളെ കാര്യമൊക്കെ നോക്കാണ്ടാവും. ഇങ്ങനെ തിരക്കിലാണ് ഉമ്മമാർ, പാവങ്ങളാണ്. പഠിച്ചോൻ അല്ലാഹുവേ വലിയ ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനേ. ഉമ്മമാർക്ക് നല്ലോണം ദ്വാരക്കണം, ഭാര്യമാർക്ക് നല്ലോണം ദ്വാ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ ഭർത്താക്കന്മാരെ വസ്ത്രം, മക്കളെ വസ്ത്രം ഒക്കെ അലക്കണം. ഉമ്മമാരെ വലിയ കൂലിയുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. ഭർത്താവിന്റെ മക്കളുടെ വസ്ത്രത്തിൽ ചെളി പോകുന്നതനുസരിച്ച് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വലിയ കൂലിയാണ്, മനസ്സിലായോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ, സന്തോഷം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, തൽക്കാലം നിർത്തുന്നു. നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിക്കും നമ്മുടെ മജ്‌ലിസ്. സാധാരണയിൽ നമ്മളിപ്പോ ഇന്ന് നടത്തിയതുപോലെ ഇൻഷാ അല്ലാഹ് നേരത്തെ തുടങ്ങി ഇന്നത്തെ പോലെ തന്നെ നേരത്തെ തുടങ്ങാം, നേരത്തെ അവസാനിക്കുക. അൽഹംദുലില്ലാഹ് നമ്മളെ ലൈവ് നിർത്തുമ്പോഴും ഇപ്പോൾ മാഷാ അല്ലാഹ്